തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരാകുമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും അതിൽ തങ്ങൾക്കോ ആശയക്കുഴപ്പങ്ങൾക്കോ സ്ഥാനമില്ല എന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. ചെയർമാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, അതിൽ സംശയം വേണ്ട എന്ന് റോഷി അഗസ്റ്റിൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി തീരുമാനിച്ചു എന്നല്ല, തീരുമാനിക്കുമെന്നാണ് റോഷി പറഞ്ഞത്. മാധ്യമങ്ങൾ ഭാവനയിൽ നിന്ന് വിശദീകരിക്കുന്നത് കൊണ്ടാണ് തിരുത്തേണ്ടി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് ചോദിച്ചു, മത്സരിക്കുമോ? എന്താ അദ്ദേഹം പറഞ്ഞു? പാർട്ടി തീരുമാനിക്കും. അതല്ലേ, അതിനല്ലേ പറഞ്ഞു. പിന്നെ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ഇടതുപക്ഷത്തിന്റെ CPM ആളുകൾക്ക് അദ്ദേഹം മത്സരിക്കണമെന്ന് ആഗ്രഹമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയോട് സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്, ഞാൻ മത്സരിക്കണമെന്ന് ആഗ്രഹമാണ്. പക്ഷെ അത് പാർട്ടി തീരുമാനിക്കും. അല്ല, ഞാൻ തന്നെ എടുത്ത് പറയുമ്പോൾ പരിമിതിയില്ല, അത് ഞാൻ മത്സരിക്കാം, ആരെങ്കിലും പറഞ്ഞാൽ മത്സരിക്കും, ഞാൻ പറഞ്ഞാൽ മത്സരിക്കുകയില്ല, പാർട്ടി തീരുമാനിക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഏറ്റവും പ്രധാനമായും ഒരു പെയ്ഡ് കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്ലേ ചെയ്യുന്നത്. അതിനി പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത നെറേറ്റീവ് വരും. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൻ്റെ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. ഞങ്ങൾ ആൻസറബിളാണ്, ഞങ്ങൾ അക്കൗണ്ടബിളാണ്. ഏതിലാണ് വിഷയമുള്ളത് ഞങ്ങൾ അക്കൗണ്ടബിളാണ്. അവിടെ പോരായ്മയുണ്ടെങ്കിൽ പറയട്ടെ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ അതൊന്നും ജനത്തിന് പ്രശ്നമല്ല. ജനത്തിന് വേണ്ട ഉത്തരവാദിത്തോടു കൂടിയ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ആ വികസനത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയാണ്. മറ്റു കാര്യങ്ങളിൽ അക്കൗണ്ടബിലിറ്റി വേണം, അത് കോടതി നോക്കുന്നുണ്ട്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ഇനി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും ചർച്ച ചെയ്യുന്നുള്ളതാണ്. കേന്ദ്രം പ്രധാനമന്ത്രി വന്ന് BJPയുടെ അല്ലെങ്കിൽ അടുത്ത ഒരു പ്രഖ്യാപനം കേരളത്തിലുണ്ടാകുമെന്ന് പറഞ്ഞു. മറ്റൊരു മന്ത്രി പറഞ്ഞു എയിംസ് ഈ ബഡ്ജറ്റിലുണ്ടാവുമെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രധാനമന്ത്രി വന്നു കഴിയുമ്പോൾ അവിടെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഒരു പ്രഖ്യാപനവും കണ്ടില്ല. ബഡ്ജറ്റിൽ കേരളം എന്നൊന്നും സംസാരിച്ചു പോലുമില്ല. ഇനി കേരളത്തെ എങ്ങനെയാണ് ഈ രാജ്യം കാണുന്നത്? കേരളത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കി വേണം, അല്ലേ? എവിടെയൊക്കെയാണ് പുരോഗതി ഉണ്ടായിട്ടുള്ളത്? ഒരു ചെറിയൊരു ഉദാഹരണം എടുത്ത് നോക്കിയാൽ, നമ്മുടെ ഈ പറയുന്ന കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ശിശു മരണവുമായി ബന്ധപ്പെട്ട് അത് 5 പേരാണ്, 5% 100-ൽ. അത് അമേരിക്കയിൽ ഇതിനേക്കാൾ കൂടുതലാണ്, 5.5 ആണ് അപ്രോക്സിമേറ്റ് ഞാൻ പറയുക. അത് ഇന്ന് BJPയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ UPയിൽ 37 ആണ് മരണങ്ങളാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ നാഷണൽ ആവറേജ് എത്രയാ? 26 ആണ്. അപ്പം അവർ ഭരിക്കുന്നിടത്ത് ഈ ഹ്യൂമൻ ഇൻഡെക്സ് ഏറ്റവും മോശമായിട്ട് നിൽക്കുന്നു എന്നതാണ്. നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കിക്കുക, എന്നിട്ട് ലീസ്റ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ഏതാണെന്ന് എടുത്ത് നോക്കാം. ഈ രാജ്യത്ത് BJP ഭരിക്കുന്ന 5 ലീസ്റ്റ് ഡെവലപ്ഡ്. അപ്പോൾ ഇത് നമ്മൾ നേടിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് ഒത്തിരി അധ്വാനവും ഹാർഡ് വർക്കും അതിൻ്റെ പിന്നിൽ ഒത്തിരി സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും എല്ലാവരുടെയും ഒരു ശ്രമമുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഓരോ തെരഞ്ഞെടുപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാദങ്ങളുടെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത്, നമുക്ക് വികസനത്തിൻ്റെ പുറകെ പോകണം. അത് നമുക്ക് സംവാദം എപ്പോൾ വേണമെങ്കിലും നടത്താം. അതനുസരിച്ച് വേണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും വരാൻ.